ജിമ്മി, ഒരു കാര്യം കൂടി പറയാം. ജമാഅത്തെ ഇസ്ലാമിയുടെ മാതൃക എന്ന് പറയുന്നത് പ്രവാചകനും അതുപോലെ തന്നെ ഇസ്ലാമിക മാതൃകയുമാണ്. മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം 23 വർഷക്കാലം കൊണ്ടാണ് ഒരു സാമൂഹിക രൂപീകരണം നടത്തുന്നത്. പ്രവാചകൻ സാമൂഹിക രൂപീകരണം നടത്തുന്ന ഘട്ടത്തിൽ ജൂതനുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, അതുപോലെ തന്നെ ബഹുദൈവ വിശ്വാസികളുണ്ട്. അവരെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു സാമൂഹ്യ ക്രമമാണ് പ്രവാചകൻ രൂപപ്പെടുത്തിയെടുക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഖുലഫാഉർ റാഷിദുകളുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം ഈ കാലഘട്ടത്തിലും പ്രവാചകന്റെ സാമൂഹ്യ രൂപീകരണത്തെക്കുറിച്ചുള്ള ചർച്ചകളുണ്ട്. ഞാൻ പറയുന്നത്, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ബഹുസ്വര മൂല്യങ്ങളെയോ വൈവിധ്യങ്ങളെയോ മറ്റിതര ജനവിഭാഗത്തിന്റെ താല്പര്യങ്ങളെയോ ഹനിക്കുന്ന കാഴ്ചപ്പാട് പ്രവാചകന്റെയോ പ്രവാചകന്റെ പിൽക്കാല അനുചരന്മാരുടെയോ കാലഘട്ടത്തിൽ നമുക്ക് കണ്ടെത്തുക സാധ്യമല്ല. ഏറ്റവും അവസാനം ആഗോളതലത്തിൽ ജൂത സമൂഹം ലോകത്തുടനീളം ആട്ടിയകറ്റപ്പെട്ട ഘട്ടത്തിലും അവർ അഭയം പ്രാപിച്ചത് എവിടെയാണ് എന്ന് നമുക്കറിയാം. ഒരൊറ്റ കാര്യമാണ് ഞാൻ പറയുക. ഞാൻ വീണ്ടും നേരത്തെ പറഞ്ഞതിനെക്കുറിച്ച് തന്നെ ജിമ്മി മറുപടി പറയുന്നത് ഞാൻ വീണ്ടും ഖണ്ഡിക്കുകയാണ്. അങ്ങനെ സ്വഭാവമുള്ള ഒരാളുകളുടെ ആറ്റിറ്റ്യൂഡിൽ അത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർക്ക് സ്വാധീനം കിട്ടുന്ന ചെറിയ മേഖലകളിലാണെങ്കിലും പ്രകടമാകുമല്ലോ ജിമ്മി. നിങ്ങൾക്ക് പരിശോധിക്കാമല്ലോ. ജമാഅത്തെ ഇസ്ലാമി പഞ്ചായത്ത് ഭരിക്കുന്നില്ല എന്നുള്ളത് ശരിയാണ്. ജമാഅത്തെ ഇസ്ലാമി കേരളീയ സമൂഹത്തിനകത്ത് ഭരണകക്ഷി വിടാതെ പിടികൂടാൻ മാത്രം ശക്തമായ ഏതോ അർത്ഥത്തിൽ അതിന് നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുവാനും ആ നെറേറ്റീവിൻ്റെ അടിസ്ഥാനത്തിൽ സൊസൈറ്റിയെ സ്വാധീനിക്കാനുമുള്ള ശേഷിയുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ ജമാഅത്തെ ഇസ്ലാമിയെ പിടികൂടുന്നത്. ആ സ്വാധീനമുള്ള പ്രസ്ഥാനത്തിനകത്ത് CPM ഉൾപ്പെടെയുള്ള പ്രതിയോഗിയോട് പോലും അത് സ്വീകരിക്കുന്ന ഭാഷയും അത് സ്വീകരിക്കുന്ന ശൈലിയും അത് പ്രതിയോഗികളെ കൈകാര്യം ചെയ്യുന്ന രീതിയും ഒക്കെ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിക്കോ. അതിൻ്റെ കയ്യിലുള്ള ഔട്ട്ലെറ്റ് നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിക്കോ. അതിൻ്റെ സംരംഭങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിക്കോ. 90% ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്ന സംരംഭങ്ങളും സംവിധാനങ്ങളുടെയും ഗുണഭോക്താക്കൾ കേരളത്തിലെ മനുഷ്യരാണ്. ജമാഅത്തെ ഇസ്ലാമി സാമുദായികതയ്ക്കെതിരാണ്, വർഗീയതയ്ക്കെതിരാണ്, എക്സ്ട്രീമിസത്തിനെതിരാണ്. ഇതൊരു വാക്കല്ല, ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ആക്ടിവിറ്റിയിൽ അങ്ങേയറ്റത്തെ സാമുദായികതയോ അങ്ങേയറ്റത്തെ വർഗീയതയോ അങ്ങേയറ്റത്തെ തീവ്രവാദ സമീപനം ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചോ. ഞാൻ പറഞ്ഞ ഉള്ള ഇടങ്ങൾ വെച്ചിട്ട് പരിശോധിക്കാമല്ലോ. മറ്റൊന്ന്, നിങ്ങൾ നിലവിലുള്ള എക്സ്പീരിയൻസ് ആണ് പറയുന്നത് എങ്കിൽ ഞാൻ എൻ്റെ പ്രവാചകൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ടാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തെ സമൂഹത്തിന് മുമ്പാകെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതും ആ ഒരു ഉറപ്പിലാണ് ഞാൻ ഈ ഭൂസ്വര സമൂഹത്തിനകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും. ശരി.